കൂടുതൽ പ്രശ്നം ഈ വയറ് സംബന്ധമായ അസുഖങ്ങളുള്ള ആളുകൾ മുട്ട കഴിക്കാതിരിക്കലാണ് നല്ലത്. അതുപോലെ തന്നെ ഈ ഹൃദയ സംബന്ധമായ ബ്ലോക്കൊക്കെ വന്നിട്ട് ബ്ലോക്ക് നീക്കിയ ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കണം മുട്ട കഴിക്കേണ്ടത് കേട്ടോ. പിന്നെ മറ്റൊരു ചർച്ചയിലേക്ക് വന്നാൽ കാടമുട്ടയാണോ അതുപോലെ താറാവ് മുട്ടയാണോ കോഴിമുട്ടയാണോ ഏതാണ് മുട്ടകളിൽ ഏറ്റവും നല്ലത്? ഇപ്പോൾ നമ്മൾ ഓരോ മുട്ട എടുത്തു നോക്കിയാലും അതിൽ അയണിന്റെ കണ്ടന്റ് ഉണ്ടാകും. അയൺ, പ്രോട്ടീൻ, വൈറ്റമിൻ ഒക്കെ ഉണ്ടാകും. ഇതെല്ലാം ഓരോ മുട്ടയിലും വ്യത്യസ്തമാണ്. കോഴിമുട്ടയും അതുപോലെ താറാവ് മുട്ടയും എടുത്തു നോക്കിയാൽ അതിലുള്ള ഈ ഗുണങ്ങളെക്കാൾ വളരെ താരതമ്യം കുറവാണ് കാടമുട്ടയിൽ. ഈ എന്താണ് ഒരു കോഴിക്ക് അരക്കാടയോ അങ്ങനെയൊക്കെ പറയാറുണ്ട്. സത്യത്തിൽ അത് വെറുതെയാണ് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് കേട്ടോ. അതൊക്കെ പണ്ട് ആരോ ചുമ്മാ അടിച്ചിറക്കിയതാണ്, അങ്ങനെയൊന്നുമല്ല. അതായത് ഓരോന്നിനും ഓരോ ഗുണമാണ്. ഇപ്പോൾ മുട്ടകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഗുണം പറയാനുള്ളത് അത് താറാവ് മുട്ടയ്ക്കാണ്. പക്ഷേ താറാവ് മുട്ട അമിതമായി കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്ത് ഉണ്ടാക്കും. അതുകൊണ്ട് ഫാറ്റ് ഒരുപാടുണ്ട്. അതുകൊണ്ട് അത് അമിതമായി കഴിക്കരുത്. ഇപ്പോൾ കാടമുട്ട എന്ന് പറഞ്ഞാൽ അത് കുട്ടികൾക്ക് കഴിക്കാൻ നല്ലതാണ്. കാടമുട്ട കുട്ടികൾക്ക് ഇപ്പോൾ അമിതമായി ഫാറ്റും അമിതമായി മിനറൽസ് ഒന്നും വേണ്ടല്ലോ. അവർക്ക് ആവശ്യമായത് ഉള്ള ഒരു മുട്ടയാണ് കാടമുട്ട എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് സാധാരണയായി എപ്പോഴും ഉപയോഗിക്കാൻ നല്ലത് അത് കോഴിമുട്ട തന്നെയാണ് എന്നാണ് ഡോക്ടർമാരൊക്കെ പറയുന്നത് കേട്ടോ. പിന്നെ മുട്ട പച്ചക്ക് കഴിക്കാൻ പാടില്ല, പുഴുങ്ങി കഴിക്കലാണ് ഏറ്റവും നല്ലത്. പൊരിച്ച് കഴിക്കലും പരമാവധി ഉപേക്ഷിക്കലാണ് നല്ലത് എന്നൊക്കെ ഡോക്ടർമാർ പറയുന്നു. അപ്പോൾ ഇതൊക്കെയാണ് മുട്ടയുമായി ബന്ധപ്പെട്ട ചർച്ച കേട്ടോ. മുട്ടക്കറി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഞാനൊക്കെ ചിലപ്പോൾ മുട്ടക്കറിയുള്ള ദിവസം 1-2 മുട്ട കഴിക്കാറുണ്ട്. അല്ലെങ്കിൽ രാത്രി മുട്ടയും സവാളയും ചേർത്ത് കഴിക്കാറുണ്ട്. അപ്പം അങ്ങനെ പല രൂപത്തിൽ നമ്മളൊക്കെ ജീവിതത്തിൽ പലരും പല രൂപത്തിലാണ് കഴിക്കാറുള്ളത്. എന്തുമാവട്ടെ, അപ്പോൾ അമിതമാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അമിതമാവരുത്. എല്ലാ ദിവസവും മുട്ടക്കറി അത് വേണ്ട. ഇന്ന് മുട്ട കഴിച്ചാൽ നാളെ കഴിക്കേണ്ട, മറ്റന്നാൾ. അപ്പം അങ്ങനെ ഇടവിട്ടൊക്കെ കഴിക്കലാണ് നല്ലത് കേട്ടോ. സൂറത്തുൽ ഖുറൈശ്, ആ സൂറത്തുൽ ഖുറൈശ് നമ്മൾ നിത്യമായി ഓതുന്നവരാണ്. പ്രത്യേകിച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഓതുന്നവരാണെങ്കിൽ നമ്മൾ ആ കഴിച്ച വസ്തുവിൽ, കഴിച്ച ഭക്ഷണത്തിൽ എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ അത് ഏൽക്കില്ല. അതുപോലെ തന്നെ ആ സൂറത്തുൽ ഖുറൈശ് നമ്മൾ എന്ത് ഭക്ഷണം, അത് ചോറാവട്ടെ, ചപ്പാത്തി ആവട്ടെ, അപ്പമാവട്ടെ, ഇടിയപ്പമാവട്ടെ, പുട്ടാവട്ടെ, എന്ത് കഴിച്ചാലും നമ്മൾ ആ സൂറത്തുൽ ഖുറൈശ് ഓതാൻ മറന്നു പോകേണ്ട. കാരണം നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ എന്തെങ്കിലും വിഷാംശമുണ്ടോ, എന്തെങ്കിലും അപകടമുണ്ടോ ഒന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ തട്ടി മാറ്റാൻ നമ്മൾ സൂറത്തുൽ ഖുറൈശ് ഓതൽ നല്ലതാണ്. ഇനി മറ്റൊരു ചർച്ചയിലേക്ക് പോയാൽ ഈ മുട്ടയുണ്ടല്ലോ, അത് സ്വപ്നം കണ്ടാൽ നമുക്കൊരു ആത്മീയമായ തലത്തിലേക്ക് മുട്ട സ്വപ്നം കണ്ടാൽ പലരും ചോദിക്കാറുണ്ട്, ഉസ്താദേ മുട്ട ഞങ്ങൾ സ്വപ്നം കാണുന്നുണ്ട്. അതായത് ഓരോ മുട്ട, ഇപ്പോൾ താറാവ് മുട്ട കണ്ടാൽ വേറെ വ്യാഖ്യാനമാണ്, കോഴിമുട്ട കണ്ടാൽ വേറെ വ്യാഖ്യാനമാണ്, പിന്നെ കാടമുട്ട കണ്ടാൽ ചിലപ്പോൾ വേറെ വ്യാഖ്യാനമാണ്, മുട്ട പുഴുങ്ങിയത് കണ്ടാൽ മറ്റൊരു വ്യാഖ്യാനമാണ്, മുട്ട പൊട്ടിക്കിടക്കുന്നത് കണ്ടാൽ അത് വേറെ വ്യാഖ്യാനമാണ്. അങ്ങനെ ഓരോ വസ്തുവിനും വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളാണ് സ്വപ്ന വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട് പറയുന്ന മഹത്തുക്കൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് ചില കിതാബുകളിൽ മഹാന്മാർ പറയുന്നു, ഫമൻ റഅ അന്ന ദുജാജതഹു ബാഗതൻ, ഒരാൾ കോഴിമുട്ടയെ സ്വപ്നം കണ്ടു. ഒരു സ്ഥലത്ത് ഈ കോഴിമുട്ട ഇങ്ങനെ ഇരിക്കുന്നതായിട്ട്, അല്ല അയാൾ ആ കോഴിമുട്ട കയ്യിലേക്ക് എടുക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതിൻ്റെ അർത്ഥം ഫഇന്നഹു യൂലദു ലഹു വലദുൻ, അവനിക്കൊരു കുട്ടി ഉണ്ടാകും എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം. ഇനി തനിച്ച ഒരു മുട്ട കണ്ടാൽ അത്